സംഭലിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ അതിർത്തിയിൽ പോലീസ് തടഞ്ഞു. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞുവെങ്കിലും പോലീസ് അനുവദിച്ചതേയില്ല. 1 മണിക്കൂറോളം ഇവിടെ തുടർന്ന നേതാക്കൾ പോലീസ് നിലപാട് മയപ്പെടുത്താത്തതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. ഭരണഘടന ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ये कॉन्स्टिट्यूशन के खिलाफ है। हम सिर्फ संभल जाना चाहते हैं, देखना चाहते हैं वहाँ क्या हुआ, लोगों से मिलना चाहते हैं, मगर हमारा जो कॉन्स्टिट्यूशनल अधिकार है, मेरा जो कॉन्स्टिट्यूशनल अधिकार है, उसको मुझे दिया नहीं जा रहा है। तो यही है, नया हिंदुस्तान है, कॉन्स्टिट्यूशन को ख़त्म करने का हिंदुस्तान है, अम्बेडकर जी के कॉन्स्टिट्यूशन को ख़त्म करने का हिंदुस्तान है, मगर हम लड़ते रहेंगे। उनका संवैधानिक पद है, संवैधानिक अधिकार है कि उनको अलाउ किया जाए कि वो पीड़ितों से मिलने जाएं। उन्होंने ये भी कहा कि मैं अकेला चले जाऊंगा, यूपी की पुलिस के साथ मैं अकेला चले जाऊंगा, वो भी करने के लिए तैयार। ഗാസിപ്പൂരിൽ നിന്ന് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഒരു തരത്തിലും നേതാക്കളെ കടത്തിവിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഒടുവിൽ മടങ്ങേണ്ടി വന്നു. പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രാഹുലും പ്രിയങ്കയും മറ്റു നേതാക്കളും ഒക്കെ എന്താണ് പറഞ്ഞത്? പൂജ, നേരത്തെ നമ്മൾ തിക്കും തിരക്കും കൊണ്ട് നിന്ന റോഡാണ്. ഇപ്പോൾ നോക്കൂ എത്രത്തോളം ശാന്തമാണ് എന്നുള്ള കാര്യം. വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി മടങ്ങിയത് തന്നെയാണ് കാരണം. വാഹനങ്ങളെല്ലാം ഇപ്പോൾ സുഗമമായിട്ടാണ് പോയത്. രാഹുൽ ഗാന്ധി മടങ്ങി എന്നുള്ള ശരിയാണ്, പക്ഷേ ആ മടക്കം താൽക്കാലികമാണ് എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. അതായത് മടങ്ങി വരും എന്നുള്ള കാര്യം തന്നെയാണ്. നിലവിൽ ഡിസംബർ 10 തീയതി വരെയാണ് അവിടേക്കുള്ള പ്രവേശനം അനുമതിയില്ലാത്ത പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അത് കഴിഞ്ഞാൽ മടങ്ങി വരുമെന്നുള്ള കാര്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത്. നോക്കൂ, ഒറ്റയ്ക്ക് താൻ പോകാൻ തയ്യാറാണ്. താനൊരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഒറ്റയ്ക്ക് പോകാൻ തയ്യാറാണ് പോലീസിന്റെ കൂടെ എന്നുള്ള കാര്യം പറഞ്ഞു. കൊണ്ടുപോകൂ, പോലീസിന്റെ വാഹനത്തിൽ തന്നെ താൻ വരാമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോലും നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. 2 മണിക്കൂറിന് അടുത്താണ് ഈ ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയിൽ രാഹുൽ ഗാന്ധിയും സംഘവും ഉണ്ടായിരുന്നത്. പലതവണ പോലീസോട് സംസാരിച്ചു, അവരുടെ നിലപാട് ഭയപ്പെടുന്നതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു തരത്തിലും സഹകരിക്കില്ല UP പോലീസ് എന്നുള്ള കാര്യം വ്യക്തമായതോടുകൂടിയാണ് കോൺഗ്രസ് സംഘം ഡൽഹിയിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. മടങ്ങി വരുമെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ടായാലും നിലവിൽ പല കുറി ഇപ്പോൾ അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ പോകാൻ ശ്രമിച്ചെങ്കിലും പലയിടത്ത് തടഞ്ഞ ഒരു നിലപാട് തന്നെയാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഭരണഘടന ഉയർത്തിക്കൊണ്ട് പുതിയ സർക്കാർ അല്ലെങ്കിൽ പുതിയ ഇന്ത്യ ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധ പ്രസംഗം ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ ഇവിടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെല്ലാം തന്നെ തടിച്ചുകൂടിയിരുന്നു. അവർ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ സങ്കീർണമാക്കുന്ന നിലയിലേക്ക് പോയിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന ബാരിക്കേഡ്, ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ബാരിക്കേഡ് നേരത്തെ റോഡിന്റെ കുറുകെയായിരുന്നു ഇട്ടിരുന്നത്. ശരിയാണ് അർജുൻ, അവിടെ നിന്നുള്ള ഓരോ കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. എന്തായാലും മടങ്ങി വരുമെന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് നിലവിലെ താൽക്കാലികമായിട്ടുള്ള മടക്കം.